ബിഗ് ബോസ് സീസൺ 6-ലെ ഏറ്റവും ഒടുവിലത്തെ വിഷയം ജിൻഡോയുടെ ചട്ടിയാണ്. നമ്മുടെ സിജോയ്ക്ക് അടുക്കളയിൽ നിന്നും ഒരു ചട്ടി കിട്ടുകയും അത് പുരുഷൻ്റെ ആണുങ്ങളുടെ ചട്ടിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തതിനെ തുടർന്ന് സ്ത്രീകൾ രക്ഷപ്പെടുകയും അവർ അതാരുടെ ചട്ടിയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു. വളരെ സുദീർഘമായ നിർദ്ദേശത്തിനും ഇൻവെസ്റ്റിഗേഷനും ശേഷം അവസാനം അവർ ഒരു കൺക്ലൂഷനിലെത്തി ഇത് ജിൻഡോയുടെ ജട്ടി ആയിരിക്കുമെന്ന്. ഇതിനെ തുടർന്ന് ഡിറ്റക്റ്റീവ് സിജോ പുറകെ നടന്ന് ജിൻഡോയുടെ അടുത്ത് ചോദിച്ചു, ചേട്ടൻ്റെ ജട്ടിയാണോ ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ജിൻഡോ പറഞ്ഞു, അയ്യോ ഇതെൻ്റെ ജട്ടിയാണ്, എൻ്റെ ജട്ടി ഞാൻ മുമ്പേ കൊണ്ടുപോയി അവിടെ വെച്ചപ്പോൾ അറിയാതെ അവിടെ വീണതാണ് എന്ന്. എന്തുകൊണ്ടോ അർജുൻ അപ്പോൾ പറഞ്ഞു, ആ ജട്ടി പ്രശ്നം നമുക്കിവിടെ വെച്ചങ്ങ് മാറ്റാം, ഇത് വലിയൊരു പ്രശ്നമാക്കണ്ട, ജിൻഡോയുടെ ജട്ടി കൊണ്ടുപോകും. ദൈവമേ, ലോകത്തില്ലാത്ത എല്ലാ പ്രശ്നങ്ങളും ബിഗ് ബോസിലുണ്ടെങ്കിലും ഒരു ജട്ടി പ്രശ്നം ഇത്രമാത്രം സങ്കീർണമാകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൽ സിജോ അന്വേഷിച്ച് കണ്ടെത്തി ആരുടെ ജട്ടിയാണ്. അവസാനം അത് ജിൻഡോയുടെ ജട്ടിയായിരുന്നു. ബിഗ് ബോസ് സീസൺ 6-ലെ ഏറ്റവും ഒടുവിലത്തെ വിഷയം ജിൻഡോയുടെ ജട്ടിയാണ്. നമ്മുടെ സിജോയ്ക്ക് അടുക്കളയിൽ നിന്നും ഒരു ജട്ടി കിട്ടുകയും അത് പുരുഷൻ്റെ ആണുങ്ങളുടെ ചട്ടിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തതിനെ തുടർന്ന് സ്ത്രീകൾ രക്ഷപ്പെടുകയും അവർ അതാരുടെ ചട്ടിയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു. വളരെ സുദീർഘമായ നിർദ്ദേശത്തിനും ഇൻവെസ്റ്റിഗേഷനും ശേഷം അവസാനം അവർ ഒരു കൺക്ലൂഷനിലെത്തി ഇത് ജിൻഡോയുടെ ജട്ടി ആയിരിക്കുമെന്ന്. ഇതിനെ തുടർന്ന് ഡിറ്റക്റ്റീവ് സിജോ പുറകെ നടന്ന് ജിൻഡോയുടെ അടുത്ത് ചോദിച്ചു, ചേട്ടൻ്റെ ജട്ടിയാണോ ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ജിൻഡോ പറഞ്ഞു, അയ്യോ ഇതെൻ്റെ ജട്ടിയാണ്, എൻ്റെ ജട്ടി ഞാൻ മുമ്പേ കൊണ്ടുപോയി അവിടെ വെച്ചപ്പോൾ അറിയാതെ അവിടെ വീണതാണ് എന്ന്. എന്തുകൊണ്ടോ അർജുൻ അപ്പോൾ പറഞ്ഞു, ആ ജട്ടി പ്രശ്നം നമുക്കിവിടെ വെച്ചങ്ങ് മാറ്റാം, ഇത് വലിയൊരു പ്രശ്നമാക്കണ്ട, ജിൻഡോയുടെ ജട്ടി കൊണ്ടുപോകും. ദൈവമേ, ലോകത്തില്ലാത്ത എല്ലാ പ്രശ്നങ്ങളും ബിഗ് ബോസിലുണ്ടെങ്കിലും ഒരു ജട്ടി പ്രശ്നം ഇത്രമാത്രം സങ്കീർണമാകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൽ സിജോ അന്വേഷിച്ച് കണ്ടെത്തി ആരുടെ ജട്ടിയാണ്. അവസാനം അത് ജിൻഡോയുടെ ജട്ടിയായിരുന്നു.